ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ചിന്മയി ശ്രീപദ കമലഹാസനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കവി വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് കമലഹാസൻ നടത്തിയ അഭിനന്ദന പ്രകടനമാണ് ചിന്മയിയെ ചൊടിപ്പിച്ചത്. വൈരമുത്തുവിന്റെ തമിഴ് സാഹിത്യത്തിലെ സംഭാവനകളെ പ്രകീർത്തിച്ചുകൊണ്ടായിരുന്നു കമലഹാസന്റെ പോസ്റ്റ്. എന്നാൽ കമലഹാസന്റെ നിലപാടിനെ ഇരട്ടത്താപ്പ് എന്നാണ് ചിന്മയി വിശേഷിപ്പിച്ചത്. സിനിമകളിലും രാഷ്ട്രീയത്തിലും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും സംസാരിക്കുന്ന കമലഹാസൻ നിരവധി സ്ത്രീകൾ വേട്ടക്കാരൻ എന്നാരോപിച്ച വ്യക്തിയെ പരസ്യമായി ആദരിക്കുന്നത് ലജ്ജാകരമാണെന്ന് ചിന്മയി പറഞ്ഞു. താൻ സത്യം പറഞ്ഞതിന്റെ പേരിൽ തമിഴ് സിനിമാ ലോകത്ത് തനിക്ക് അപ്രഖ്യാപിത വിലക്ക് നേരിടേണ്ടിവരുമ്പോൾ ആരോപണവിധേയനായ വ്യക്തിക്ക് വലിയ ആദരവ് ലഭിക്കുന്നത് ജനാധിപത്യവിരുദ്ധമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഒരു സാംസ്കാരിക നായകൻ എന്ന നിലയിൽ കമലഹാസൻ കാണിക്കേണ്ട മിനിമം നീതി ഇരകളോടൊപ്പമായിരിക്കണം, മറിച്ച് വേട്ടക്കാരോടൊപ്പമാകരുത് എന്നതായിരുന്നു ചിന്മയിയുടെ എക്സ്പോസ്റ്റ്. ചിന്മയിയുടെ പോസ്റ്റിനു പിന്നാലെ തമിഴ് സിനിമാ ലോകം രണ്ട് തട്ടിലായിരിക്കുകയാണ്. ഒരു വിഭാഗം ചിന്മയിയുടെ ധൈര്യത്തെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം സാഹിത്യത്തിലെ മികവിനെ വ്യക്തിജീവിതവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്ന വാദവുമായി വൈരമുത്തുവിനെ അനുകൂലിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ കമലഹാസന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2018 മീടൂ സമയത്ത് വൈരമുത്തുവിനെതിരെ ലൈംഗികാരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് ചിന്മയിയായിരുന്നു. 10ലധികം സ്ത്രീകൾ സമാനമായ ആരോപണങ്ങൾ പിന്നീട് ഉന്നയിച്ചിരുന്നു.